ബോച്ചായിട്ടുള്ള ഒരു പ്രശ്നം എങ്ങനെയായിരുന്നു? എന്തുവായിരുന്നു? ഒന്നുമില്ല, ജ്വല്ലറി മാറി കയറി. അയാളെ പേര് ഒരു സാമ്യമുള്ള ജ്വല്ലറി ആയിരുന്നു. സത്യം പറഞ്ഞാൽ അവരെ ഫാമിലി ജ്വല്ലറി ആണ് ചെമ്മണ്ണൂർ എന്ന് പറയുന്നത്. പക്ഷെ അയാളതല്ല. നമ്മളൊരു അറിവിൽ വിചാരിച്ചത് മൊത്തം ചെമ്മണ്ണൂർ. നിങ്ങൾ പോയാലും ചെമ്മണ്ണൂർ നേക്കുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും? ബോച്ചയുടെ ആയിരിക്കും എന്നല്ല വിചാരിക്കും. നമ്മളതുപോലെ പോയപ്പം ഈച്ച മാത്രമുള്ള ഒരു കളക്ഷൻ. ഒരു കമ്മലെടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ തന്നെ അവരിത് ഉറങ്ങണുണ്ട്. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചപ്പോഴുള്ള പഴയ സാധനം, എത്രയോ കൊല്ലം മുമ്പുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കണേ. എന്നിട്ട് ഒരു മിറർ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോ എവിടത്തേക്കോ പൊടി തട്ടി മിററൊക്കെ കൊണ്ടുവന്ന് തന്ന്. ഞാൻ വിചാരിച്ചത് ബോച്ചനോട് പറയാം, അപ്പൊ അയാൾ എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ ആ പറയണ ഒരു ശൈലി ഉണ്ടോ, ആ ശൈലിയിൽ ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞു. അയാള് കാണാതിരിക്കാം, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനൊരു പോസിറ്റീവ് രീതിയിലാണ് ഇട്ടത്. നിങ്ങളെ കൂതറ ഷോറൂമിന് കുറച്ച് കളക്ഷൻ കുറവാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാളതിന് അയാളുടെ സ്റ്റൈലിൽ പറഞ്ഞു. ഞാൻ എന്റെ കൂതറ സ്റ്റൈലിൽ പറഞ്ഞ പോലെ അയാൾ അങ്ങനെ പറയാനേ അറിയാവൂ. അയാളെ രീതി പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞു അതിനെ നീ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. ഇവള് നല്ല റിപ്ലൈ കൊടുക്കാണ്ടി ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് എന്നുള്ള. അപ്പം പറഞ്ഞു നിന്റെ ചളി വീഡിയോസ് ആണ്, നീ എന്തിനു സീരിയസ് ആക്കുന്നു, നീ അയാളെ വൈബിൽ തന്നെ റിപ്ലൈ കൊടുത്താൽ. ഞാൻ ആ വൈബിന് റിപ്ലൈ കൊടുത്തു. അതവിടെ കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കഴിയാത്ത എന്റെ കമന്റ് ബോക്സിൽ നമുക്ക് കൊച്ചു ജനിക്കാൻ പോണ നമ്മളെ രണ്ടുപേരെ വീഡിയോ ഇട്ടാലും ബോച്ചയുടെ സാധനം